അതിലെ ജനങ്ങളും അറിയുവാൻ നമുക്കെതിരെ പടയൊരുക്കം നടത്തുന്ന അയൽ ദേശത്തിനെതിരെ നാം യുദ്ധം പ്രഖ്യാപിക്കുന്നു. സകലരും സജ്ജരല്ലേ മഹാറാണി? മഹാരാജൻ, സകലരും യുദ്ധത്തിന് സജ്ജരാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പാണ്. പുതുപ്പള്ളി ദേശം നമുക്കെതിരെ യുദ്ധത്തിന് കോപൂട്ടിയിരിക്കുന്നു. ഉണരുക, യുദ്ധത്തിന് തയ്യാറാവുക. മഹാരാജൻ, അല്പം വിശ്രമിച്ചാലും ഞങ്ങൾ പട നയിച്ചു കൊള്ളാം. എങ്കിൽ കുതിരപ്പടിയും ആനയും തേരും അണിനിരക്കട്ടെ. നമ്മുടെ ശക്തരായ കാലാൾപ്പട അണിനിരക്കട്ടെ. ശ്രദ്ധിക്കുക, ഈ യുദ്ധം ബുദ്ധി കൊണ്ടുള്ളതാണ്. അതിലൂടെയായിരിക്കണം നമ്മുടെ വിജയം. നമ്മെ സംരക്ഷിക്കുന്ന കാലാൾപ്പട രണ്ട് കളം മുമ്പിലേക്ക് ചാടി അമർന്നു നിൽക്കട്ടെ. എന്റെ മുന്നിലെ സൈനികൻ രണ്ടു കളം മുന്നിലേക്ക് ചാടി നെഞ്ചു വിളിച്ച് മുഖാമുഖം നിൽക്കട്ടെ. നമ്മുടെ ആനപ്പട മൂന്ന് കളം ചെരിഞ്ഞ് ഇടത്തേക്ക് മാറി നിൽക്കട്ടെ. കുതിര രണ്ട് കളം മുന്നിലേക്ക് ചാടി ഒരു കളം വലത്തേക്ക് മാറി നിൽക്കട്ടെ. എന്നാൽ നമ്മുടെ വലതുവശത്ത് നിൽക്കുന്ന കുതിരയിൽ രണ്ട് കളം മുമ്പിലേക്ക് ചാടി ഒരു കളം ഇടത്തേക്ക് മാറി നിൽക്കട്ടെ. ആദ്യത്തെ മലയ്ക്ക് വെറ്റി വാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. എന്റെ കുതിര നിങ്ങളുടെ ദേശത്തെ സൈനികരെ തലയെടുക്കുന്നു. എന്നാൽ നമ്മുടെ ഇടതുവശത്ത് നിൽക്കുന്ന കുതിര രണ്ട് കളം മുമ്പിലേക്ക് ചാടി ഒരു കളം വലത്തേക്ക് മാറി നിൽക്കട്ടെ. പുതുപ്പള്ളി ദേശമേ, പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളുക. എന്റെ കുതിര നിങ്ങളുടെ ദേശത്തെ കുതിര തലയെടുക്കുന്നു. പോകൂ.
എങ്കിൽ നമ്മുടെ ആനപ്പട രണ്ട് കളം വലത്തേക്ക് മാറി ചാടി നിൽക്കട്ടെ. എന്നാൽ നമ്മുടെ കുതിരപ്പട രണ്ട് കളം മുമ്പിലേക്ക് ചാടി ഒരു കളം വലത്തേക്ക് മാറി നിൽക്കട്ടെ. നമുക്ക് അടവനിയമങ്ങൾ പാലിച്ചുകൊണ്ട് പരസ്പരം മാറി നിൽക്കാം. മഹാരാജൻ, നമ്മുടെ ദേശത്തിന്റെ വിജയത്തിനു വേണ്ടി ഈ മഹാറാണി തന്നെ നാല് കളം മുമ്പിലേക്ക് നിൽക്കാം. എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന പ്രിയ സൈനിക, നീ ഇടം വലം പറ്റാവുന്ന റാണിക്ക് മുമ്പിൽ വാളുയർത്തി നെഞ്ചു വിളിച്ചു. എന്നാൽ നമ്മുടെ ആനപ്പട ശത്രു രാജ്യത്തിന്റെ രാജാവിന്റെ അടുത്തുള്ള കാലാൾപ്പടയെ വെട്ടി വീഴ്ത്തട്ടെ. ഹേ, പുതുപ്പള്ളി ദേശത്തിന്റെ മഹാറാണിയായ ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു കളം മുമ്പിലേക്ക് നിൽക്കുന്നു. ഹേ, നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും കേൾക്കുവിൻ. എന്റെ നീക്കം പാഴായിരുന്നില്ല. ഞാനൊരു കളം പുറകിലോട്ട് മാറി ഒരുക്കുന്ന ചക്രവ്യൂഹത്തിൽ നിങ്ങളെ ഞാൻ അടിയറവ് പറയിക്കും. പുതുപ്പള്ളി ദേശത്തിലെ ആന നമ്മുടെ മുമ്പിലോ? മഹാരാജൻ, അങ്ങ് ഒരു കളം പുറകിലേക്ക് മാറി നിന്നാലും എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന പ്രിയ സൈനിക, നീ ഇടം വലം പറ്റാവുന്ന റാണിക്ക് മുമ്പിൽ ഒരു കളം ചാടി വാളുയർത്തി മുഖാമുഖം നിൽക്കട്ടെ. പുതുപ്പള്ളി ദേശത്തിന്റെ മഹാറാണി, നിങ്ങളുടെ നീക്കം പാഴായിരിക്കുന്നു. എന്റെ സൈനികൻ നിങ്ങളുടെ ദേശത്തെ കുതിരയുടെ തലയെടുക്കുന്നു. പോകൂ. എനിക്കൊരു കാലം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാൻ കഴിയാനാവാത്ത വിധം പുതുപ്പള്ളി ദേശം നമ്മളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ വധിക്കരുത്. പുതുപ്പള്ളി ദേശമേ, ഞങ്ങളിതാ നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നു. മഹാരാജൻ, നമ്മുടെ ശത്രുക്കളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നടങ്കം വധിച്ചു കളയാം. അരുത്. കീഴടങ്ങുന്നവരെ വധിക്കുന്നത് യുദ്ധധർമ്മമല്ല. കളിയിലായാലും കാര്യത്തിലായാലും നമ്മുടെ പ്രവർത്തനം ധർമ്മത്തിലൂന്നിയായിരിക്കണം. അതിനാൽ നമുക്കിവരെ വിട്ടയക്കാം. പോയിക്കൊള്ളുക.